ഇത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നാരങ്ങ ജ്യൂസും ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളും ചേർത്തിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും ആ ജ്യൂസിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ എനിക്ക് 2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും ഉണ്ടാക്കിയിട്ട് അത് ശരിക്കും മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് അത് ശരിക്കും നല്ല ക്രീം പോലെ വന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ പീനട്ടിൽ ചിലപ്പോൾ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. ചില പീനട്ടിൽ ചിലപ്പോൾ ഓയിൽ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ അതെനിക്ക് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ശരിക്കും പീനട്ട് അരച്ചിട്ട് എടുക്കുമ്പോൾ ആ പീനട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഓയിൽ ഇങ്ങനെ നല്ല ക്രീം പോലെ വരും. അപ്പൊ ഞാനിവിടെ പീനട്ട് എടുത്തിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് അത് അടിയിൽ നിന്ന് തുടങ്ങി തന്നെ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്രീം പോലെ ഇങ്ങനെ അരിഞ്ഞു വന്നിരുന്നു. അപ്പൊ നിങ്ങൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പീനട്ട് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പീനട്ട് നോക്കിയിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ വളരെ കുറച്ച് പീനട്ട് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ നാരങ്ങ ജ്യൂസ് ആക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി മതിയാവും. പിന്നെ വേണ്ടത് പൈനാപ്പിളാണ്. ഞാനിവിടെ ഇതേപോലത്തെ 2 കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതിയും വേണം. പിന്നെ ഇതേപോലത്തെ ഒരു കഷ്ണം പൈനാപ്പിളും വേണം. പിന്നെ അതിലേക്ക് മധുരത്തിന് പഞ്ചസാര വേണം. പിന്നെ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളവും വേണം. പിന്നെ ഞാനിവിടെ കുറച്ച് ഐസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നാരങ്ങ നിങ്ങൾ എടുക്കുമ്പോൾ നാരങ്ങ നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ജ്യൂസിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ നാരങ്ങയുടെ തൊണ്ടും കൂടിയിട്ട് ഈ ജ്യൂസിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കുക. നാരങ്ങ കട്ട് ചെയ്യാൻ പോണതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നിങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നാരങ്ങ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ കുരു മാറ്റിക്കളയണം. കാരണം നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോണത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് നാരങ്ങ ജ്യൂസ് ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഇതേപോലത്തെ 2 കഷ്ണം പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം ചേർക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസും കൂടിയും ചേർക്കുക. ഇതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഇത് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ചേർത്തേക്കണ പൈനാപ്പിളൊക്കെയും ഇതിൻ്റെ കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പിഴിഞ്ഞെടുത്തേക്കണ നാരങ്ങയുടെ തൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ തൊണ്ടും കൂടിയിട്ട് ഈ ജ്യൂസിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. ജസ്റ്റ് ഒന്ന് കറക്കുക, അപ്പം തന്നെ ഓഫ് ചെയ്യുക. ഒരുപാട് നേരം ഇട്ടിട്ട് കറക്കരുത്. അപ്പോൾ ഈ നാരങ്ങയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഈ നാരങ്ങയുടെ തൊണ്ട് ചേർക്കുക. ഞാൻ മിക്സി ഓണാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതേപോലെ ഒന്ന് ഓണാക്കുക, അപ്പം തന്നെ ഓഫ് ചെയ്യണം. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ നാരങ്ങയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജ്യൂസ് ഒന്ന് അരിച്ചിട്ട് എടുക്കുക. ഇതൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റിൽ കൂടുതൽ ഈ ജ്യൂസ് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ജ്യൂസിന് ചെറുതായിട്ട് കയ്പ്പ് വരും. ഇതിലേക്ക് നമ്മൾ ആ തൊണ്ട് ഇട്ടിട്ട് കറക്കി എടുത്തതുകൊണ്ട്. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇതിലേക്ക് പൈനാപ്പിൾ ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ചേർക്കരുത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ശരിക്കാണ്ട് എടുത്ത് അറിയുകയും ചെയ്യില്ല. പക്ഷെ അതിനൊരു ജ്യൂസിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള നാരങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.